മീനങ്ങാടിയിൽ നടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി. ഇടതുപക്ഷം അധികാരത്തിൽ വരേണ്ടത് കേരളത്തിന്റെ വികസന പ്രതീക്ഷയാണെന്ന് എം.വി. ജയരാജൻ പറഞ്ഞു. അതിദരിദ്രരെ കണ്ടെത്തി കേരളത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കിയ ഇടതുപക്ഷ സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം കേരളത്തെ ദാരിദ്ര്യമുക്തമാക്കുകയാണെന്നും അതിന് മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരേണ്ടതുണ്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ പറഞ്ഞു. ഇടതുപക്ഷം ചെയ്യാവുന്നത് പറയും, പറഞ്ഞാലത് ചെയ്യും. കേവല ദാരിദ്ര്യം ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് പ്രകടനപത്രികയിൽ പറഞ്ഞാൽ അത് അടുത്ത 5 വർഷത്തിനിടയിൽ നടപ്പാക്കുക തന്നെ ചെയ്യും. അതിന് കേരളത്തിലെ ജനങ്ങൾ 2026-ൽ മൂന്നാമതും ഇടതുപക്ഷത്തെ അധികാരത്തിലെത്തിക്കണം. LDF മീനങ്ങാടി പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗം, വിഴിഞ്ഞം പോർട്ട്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തുടങ്ങി കേരളത്തിലുണ്ടായ ഇന്നത്തെ വികസന മാതൃകകൾ LDF സർക്കാർ ഇല്ലെങ്കിൽ നടക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മീനങ്ങാടി പഞ്ചായത്തിൽ 21 വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കൺവെൻഷനിൽ സ്വീകരണം നൽകി. കൈരളി ന്യൂസ്, വയനാട്.